1995 യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്കിലേക്ക് അമേരിക്കൻ ഗവൺമെന്റ് 14 കനേഡിയൻ ചെന്നായ്ക്കളെ തുറന്നുവിടുകയുണ്ടായി. പിന്നീട് ആ 14 ചെന്നായ്ക്കൾ അമേരിക്കയുടെ ചരിത്രം തന്നെ മാറ്റി എഴുതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും. എന്നാൽ വിശ്വസിച്ചേ മതിയാകൂ. ലോക ചരിത്രത്തിൽ ഇങ്ങനെയും ചില കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം ഈ വീഡിയോയിൽ. 1900 തുടക്കങ്ങളിൽ അമേരിക്കയിലെ ഏറ്റവും അപകടകാരികളും ജനങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും നിയന്ത്രണമില്ലാതെ പെറ്റുപെരുകയും ചെയ്തിരുന്ന ഒരു ജീവിയായിരുന്നു ചെന്നായ്ക്കൾ. പ്രത്യേകിച്ച് യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്കിൽ വസിച്ചിരുന്ന ചെന്നായ്ക്കൾ. അതുകൊണ്ട് തന്നെ ഇവരുടെ ശല്യം ഇല്ലാതാക്കാനായി വേട്ടക്കാരെ നിയമിക്കുകയും വിഷവും തോക്കും എല്ലാം ഉപയോഗിച്ചു നോക്കി. എന്നാൽ കുറെയൊക്കെ ചെന്നായ്ക്കളെ കൊല്ലുവാൻ അവർക്ക് സാധിച്ചു. അങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം 1926 യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്കിലെ അവസാനത്തെ ചെന്നായി കൊല്ലപ്പെടുകയായിരുന്നു. അന്ന് അമേരിക്കൻ ഗവൺമെന്റ് തങ്ങൾ വലിയൊരു പ്രശ്നം പരിഹരിച്ച് എന്ന് പറഞ്ഞ് ഇരിക്കുകയായിരുന്നു. എന്നാൽ അന്നു മുതലായിരുന്നു പല പ്രശ്നങ്ങളുടെയും തുടക്കം. അതായത് ചെന്നായികൾ എന്ന് പറയുന്നത് വെറുമൊരു വേട്ടമൃഗങ്ങൾ മാത്രമായിരുന്നില്ല. യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്കിലെ എക്കോസിസ്റ്റം ബാലൻസ് ചെയ്യുന്നത് വളരെ ക്രൂഷ്യൽ റോൾ വഹിച്ചിരുന്നത് ഈ ചെന്നായികളായിരുന്നു. പിന്നീട് ചെന്നായികളില്ലാതെ കുറച്ചു വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവിടെ മറ്റു ചില ജീവികളുടെ വർധനവ് കൂടി വന്നു. അതിലൊന്നാണ് നമ്മുടെ നാട്ടിലൊക്കെ കലമാൻ എന്ന് വിളിക്കുന്ന കലമാൻ. വേട്ടയാടുവാൻ മറ്റു മൃഗങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്ന കാരണത്താൽ ഈ കലമാൻ അവിടെ പെറ്റുപെരുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്കിൽ ഒരു ചെടികൾ പോലും ഇല്ലാതെയായി. ഒരു ചെടി പോലും വളരുവാൻ സമ്മതിക്കാതെ എല്ലാ ചെടികളും ഇവർ ഭക്ഷിക്കുകയായിരുന്നു. വെള്ളിലമരം എന്നറിയപ്പെടുന്ന ആസ്പെൻ ട്രീസ്, വില്ലോ ട്രീസ്, മറ്റു ഒട്ടനവധി ചെടികൾ ഇവർ കയ്യും കണക്കുമില്ലാതെ തിന്ന് നശിപ്പിക്കുകയും ചെയ്തു. അതോടെ യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്കിന്റെ പച്ചപ്പുകൾ നഷ്ടമായി കഴിഞ്ഞു. ചെന്നായ്ക്കളെ കൊന്നൊടുക്കിയതുപോലെ ഇവയെ കൊന്നൊടുക്കുവാൻ അവിടെ പരിമിതികൾ ഉണ്ടായിരുന്നു. ആദ്യമൊക്കെ പാർക്കിൽ മാനുകൾ ഉണ്ടാക്കുന്ന ശല്യങ്ങൾ ഒന്നും തന്നെ ആരും ശ്രദ്ധിച്ചിരുന്നില്ല. എന്നാൽ ഗവേഷകർ ഇതിനെതിരെ മുന്നറിയിപ്പ് നേരത്തെ നൽകിയിരുന്നു. എന്നാൽ ചില ഗവേഷകർ ഇതിനൊരു സൊല്യൂഷനായിട്ടാണ് വീണ്ടും പാർക്കിലേക്ക് ചെന്നായ്ക്കളെ കൊണ്ടുവന്നാലോ എന്ന ആശയം വെക്കുന്നു. എന്നാൽ ചില കർഷകർ ഇതിന് എതിരായിരുന്നു. അവരുടെ കന്നുകാലികൾക്കും വിളകൾക്കുമൊക്കെ ഒരു ഭീഷണിയാകുമോ എന്നൊരു ഭയമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കർഷകർ അതിന് എതിരായി നിൽക്കുന്നത്. എന്നാൽ ഗവേഷകർ ഇതിനൊന്നും വകവെക്കാതെ വീണ്ടും യെല്ലോസ്റ്റോണിലേക്ക് 14 കനേഡിയൻ ചെന്നായ്ക്കളെ തുറന്നുവിടുകയായിരുന്നു. ആ 14 ചെന്നായ്ക്കളെയും വളരെ സൂക്ഷ്മതയോടെയായിരുന്നു അവർ തെരഞ്ഞെടുത്തത്. ആ 14 ചെന്നായ്ക്കളും ഒരേ ഇനത്തിലുള്ള ഇരയെ വേട്ടയാടുന്ന ഇനങ്ങളായിരുന്നു. കൂടാതെ മനുഷ്യനെയോ കന്നാലികളെയോ ആക്രമിക്കാത്ത ഇനമായിരുന്നു. ഒരു പരീക്ഷണം ആയതുകൊണ്ട് തന്നെ എന്താകും സംഭവിക്കുക എന്നതായിരുന്നു എല്ലാവരുടെയും ടെൻഷൻ. തുടക്കത്തിൽ നല്ലതുപോലെ മാനുകളെ വേട്ടയാടി ഈ ചെന്നായ്കൾ ഭക്ഷിച്ചിരുന്നു. പിന്നീട് എന്തായിരിക്കും ഈ ചെന്നായ്കൾക്ക് സംഭവിക്കുക? അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.